Hi, good evening, all of you. Can you hear me? Okay, നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ തെർമോഡൈനമിക്സ് ആണ്. അപ്പം അതിനു മുമ്പിൽ തന്നെ നമ്മുടെ NCERT ബുക്കിലുള്ള ഒരു കോട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ദ ഓൺലി ഫിസിക്കൽ തിയറി ഓഫ് യൂണിവേഴ്സൽ കണ്ടന്റ് കൺസേണിംഗ് വിച്ച് I am convinced that within the framework of the applicability of its basic concepts, it will never be overthrown. The words by Sir Albert Einstein. അപ്പോൾ വളരെ കൺവിൻസിങ് ആയിട്ടുള്ള ഒരു തിയറിയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് us ഡീൽ വിത്ത് വാട്ട് ഈസ് കോൾഡ് thermodynamics. What do you mean by thermodynamics? Let me tell you. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് സയൻസ്. റാദർ ഫിസിക്സിൻ്റെ ബ്രാഞ്ച് എന്ന് പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ ബ്രാഞ്ച് എന്ന് പറയുന്നത് കൊണ്ടോ ശരിയെന്ന് ഞാൻ കരുതുന്നില്ല. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് സയൻസ്. ഓക്കെ, ഇൻ ദ നെക്സ്റ്റ് സ്ലൈഡ് ഐ ഹാവ് റിട്ടൺ ലൈക്ക് ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആസ് ബീങ് എ ഫിസിക്സ് ടീച്ചർ. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് that deals with the study of heat and its interconversion to different forms of energy. അപ്പോൾ എന്താണ് നമ്മൾ തെർമോഡൈനാമിക്സ് കൊണ്ട് മീൻ ചെയ്യുന്നത്? ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് സയൻസ്, മോർ ഓവർ ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ്, that deals with the study of heat and its interconversion to different forms of energy, especially the conversion of heat into work എന്നുള്ളതാണ് നമ്മൾ തെർമോഡൈനാമിക്സ് കൊണ്ട് മീൻ ചെയ്യുന്നത്. So in thermodynamics, it's a study about heat and its interconversion to work and vice versa. അപ്പോൾ തെർമോഡൈനാമിക്സിലേക്ക് നമ്മൾ കയറുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഒരു തെർമോഡൈനാമിക് സിസ്റ്റം. ലെറ്റ് മി ടെൽ യു, എ തെർമോഡൈനാമിക് സിസ്റ്റം ഈസ് ദി പാർട്ട് ഓഫ് ദി യൂണിവേഴ്സ്. യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു റീജിയൻ, അതിൻ്റെ ഒരു ചെറിയ ഭാഗം നമ്മൾ എടുക്കുന്നത്. വി ടേക്ക് എ സ്മോൾ പാർട്ട് ഓഫ് ദ യൂണിവേഴ്സ് ആൻഡ് ദാറ്റ് ഈസ് ടേക്കൺ ഫോർ ഇൻവെസ്റ്റിഗേഷൻ, ദാറ്റ് ഈസ് ടേക്കൺ ഫോർ ദ സ്റ്റഡി. അതിനെയാണ് നമ്മൾ തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറയുന്നത്. 3 തരം സിസ്റ്റംസ് ഉണ്ട്. ക്ലോസ്ഡ് സിസ്റ്റം, ദെൻ ഓപ്പൺ സിസ്റ്റം ആൻഡ് ദെൻ ഐസൊലേറ്റഡ് സിസ്റ്റം. സോ ഐസൊലേറ്റഡ്, ആസ് ദ നെയിം സജസ്റ്റ്. യെസ്, താങ്ക് യു. ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദ മീനിങ് ഓഫ് ദ വേർഡ് ഐസൊലേറ്റഡ്, ദർ ഇസ് നോ ഇന്ററാക്ഷൻ വിത്ത് എനിവൺ. ആരുമായി ഇന്ററാക്ട് ചെയ്യാത്തവർ. അപ്പം അവിടെ എന്തുണ്ടാവില്ല? എനർജി എക്സ്ചേഞ്ച് ഉണ്ടാവില്ല, മാറ്റർ എക്സ്ചേഞ്ച് ഉണ്ടാവില്ല. നിങ്ങൾ സ്കൂളിലൊക്കെ പഠിപ്പിച്ചപ്പോൾ ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ട്, ഒരു ഫ്ലാസ്ക്, ഒരു തെർമോ ഫ്ലാസ്കിൽ വെച്ചിരിക്കുന്ന ചായ, ടീ കെപ്റ്റ് ഇൻ എ തെർമോ ഫ്ലാസ്ക്, ദർ ഇസ് നോ എക്സ്ചേഞ്ച് ഓഫ് എനർജി നൈദർ മാറ്റർ. എനർജിയും വസ്തുവും എക്സ്ചേഞ്ച് ചെയ്യപ്പെടാത്തൊരവസ്ഥയാണ് ഈ പറയുന്ന ഐസൊലേറ്റഡ് സിസ്റ്റം. ഇനി ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് ദി ഓപ്പോസിറ്റ് ഓഫ് ഐസൊലേറ്റഡ് സിസ്റ്റം. ദർ വാട്ട് ഹാപ്പൻസ്? ദർ ദ എക്സ്ചേഞ്ച് ഓഫ് ബോത്ത് എനർജി ആസ് വെൽ ആസ് മാറ്റർ ടേക്ക് പ്ലേസ്. ഇൻ ആൻ ഓപ്പൺ സിസ്റ്റം ദർ ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് എനർജി ആസ് വെൽ ആസ് മാറ്റർ ടേക്കിംഗ് പ്ലേസ്. അപ്പം അങ്ങനെയാണെങ്കിൽ ക്ലോസ്ഡ് സിസ്റ്റം എന്തായിരിക്കും? ദർ ഇസ് ആൻ എക്സ്ചേഞ്ച് ഓഫ് എനർജി ടേക്കിംഗ് പ്ലേസ് ബട്ട് ദർ ഇസ് നോ എക്സ്ചേഞ്ച് ഓഫ് മാറ്റർ. ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു ഗ്ലാസ് ചായ എടുത്തു. എല്ലാവരും ഇപ്പോൾ ചായ കുടിച്ചോ? ചായ കുടിച്ചെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വീട്ടിലാണെങ്കിൽ അമ്മ നിങ്ങൾക്കൊരു ഗ്ലാസ് ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ചായ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിനെ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു കണ്ടക്റ്റിംഗ് ഇതുകൊണ്ട് മൂടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഒരു ചെറിയ എന്താ പറയുക പാത്രം കൊണ്ട് മൂടിയിരിക്കുന്നു, ഒരു സ്റ്റീൽ പ്ലേറ്റ് കൊണ്ട് മൂടിയിരിക്കുന്നു, ചെറിയ തട്ടം കൊണ്ട് മൂടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അതിലൂടെ എനർജി എസ്കേപ്പ് ചെയ്യും, പക്ഷെ മാറ്റർ എസ്കേപ്പ് ചെയ്യില്ല. സോ അതിനെ നമ്മൾ ക്ലോസ് സിസ്റ്റം എന്ന് പറയുന്നു. ഇനി അതിന് ഒരു അമ്മ ചായ എടുത്തിട്ട് ഇങ്ങനെ ഗ്ലാസ്സിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ ചായ എടുത്ത് വെച്ചിട്ട് എന്താ ചെയ്തിരിക്കുന്നത്? അതിനെ അടച്ചു വെച്ചിട്ടില്ലെങ്കിൽ അതൊരു ഓപ്പൺ സിസ്റ്റം ആകാം, കാരണം അവിടെ എനർജിയും മാറ്ററും എക്സ്ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ 3 ടൈപ്സ് ഓഫ് തെർമോഡൈനാമിക് സിസ്റ്റം നമ്മൾ പഠിക്കുന്നു. മക്കളെ, നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ എന്നൊന്ന് റെസ്പോണ്ട് ചെയ്യണം. എക്സ്പെക്ടിങ് യുവർ വാല്യുബിൾ റിപ്ലൈ. അപ്പോൾ ഇനി നമ്മൾ തെർമോഡൈനാമിക് വേരിയബിൾസിലേക്ക് കയറുന്നു. എന്താണ് തെർമോഡൈനാമിക് വേരിയബിൾസ്? These are variables which characterize a thermodynamic system, or these are variables that are used to describe a thermodynamic system.
ഒരു സിസ്റ്റത്തെ ഡിസ്ക്രൈബ് ചെയ്യാം. നമ്മളിപ്പം ഒരു ആന എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് ആനയെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അതിന് കാലും വലിയ വയറുണ്ടെന്നും അങ്ങനെയൊക്കെ പറയുന്ന പോലെ ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ തെർമോഡൈനാമിക് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, എൻതാൾപ്പി, എൻട്രോപ്പി, വർക്ക്, ഇഷ്ടംപോലെ വേരിയബിൾസ് നമുക്ക് പറയാനുണ്ട്. ഇഷ്ടം പോലെ വേരിയബിൾസ് തെർമോഡൈനാമിക് വേരിയബിൾസിന്റെ ഭാഗമായിട്ട് പറയാനുണ്ട്. ഇനി തെർമോഡൈനാമിക് വേരിയബിൾസിനെ നമ്മൾ 2 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഒന്ന് ഇന്റൻസീവ് വേരിയബിൾസ്, മറ്റൊന്ന് എക്സ്റ്റെൻസീവ് വേരിയബിൾസ്. എക്സ്റ്റെൻസീവ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിൾസ് ആണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മാസ് ഒരു എക്സ്റ്റെൻസീവ് വേരിയബിൾ ആണ്, കാരണം മാസ് സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വോളിയം എക്സ്റ്റെൻസീവ് വേരിയബിൾ ആണ്. അതുപോലെ മറ്റൊരു ഗ്രൂപ്പാണ് ഇന്റൻസീവ് വേരിയബിൾ. ഇന്റൻസീവ് വേരിയബിൾസ് ആർ ദോസ് വേരിയബിൾസ് which does not depend on the size, just like density, temperature. അതുപോലെ എന്താ പറയാ, ഡെൻസിറ്റി, പ്രഷർ, ടെമ്പറേച്ചർ ഇതൊന്നും സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലാത്ത വേരിയബിൾസ് ആണ്. അങ്ങനെയുള്ളതിനെ നമ്മൾ ഇന്റൻസീവ് വേരിയബിൾസ് എന്ന് പറയുന്നു. ഓക്കെ, ഗുഡ് ഈവനിങ്. ഓക്കെ ഷാമിലെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം കേട്ടോ, നോ പ്രോബ്ലം. അപ്പൊ അങ്ങനെ നമുക്ക് തെർമോഡൈനാമിക് വേരിയബിൾസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മൾ ഇന്നത്തെ ഇപ്പം അറ്റ് പ്രസന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ എന്താണ് തെർമോഡൈനാമിക്സ് എന്നുള്ളതിന്റെ ബേസിക് ഡെഫിനേഷൻ പഠിച്ചു, എന്താണ് തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പഠിച്ചു, എന്താണ് തെർമോഡൈനാമിക് വേരിയബിൾസ് എന്ന് പഠിച്ചു, തെർമോഡൈനാമിക് വേരിയബിൾസിന്റെ എക്സാമ്പിൾസ് പറഞ്ഞു, ഇന്റൻസീവ് വേരിയബിൾ എന്താണെന്ന് പറഞ്ഞു, എക്സ്റ്റെൻസീവ് വേരിയബിൾ എന്താണെന്ന് പറഞ്ഞു. ഇനി അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വരാം. ദാറ്റ് ഈസ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. എന്താണ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നതിന് മുൻപ് എന്താണ് തെർമൽ ഇക്വിലിബ്രിയം എന്ന് നമുക്ക് ആദ്യം പറയാം. വാട്ട് യു മീൻ ബൈ തെർമൽ ഇക്വിലിബ്രിയം? നിങ്ങൾക്കറിയാം, പലപ്പോഴും നിങ്ങൾ കുളിക്കാൻ നേരത്ത് നല്ല തണുപ്പുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ പോകുന്ന സമയത്ത്, ഉദാഹരണം പറഞ്ഞാൽ ഊട്ടിയിലോ കൊടൈക്കനാലിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ പോകുന്ന സമയത്ത് നല്ല ചൂട് ഫീൽ ചെയ്യും. അപ്പോൾ അവിടെ നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോട്ടലിൽ ഒരു ഹീറ്റർ ഉണ്ടാവും. ഹീറ്ററിൽ നിന്ന് നമ്മൾ ചൂടുവെള്ളം എടുക്കും. ആ ചൂടുവെള്ളം നമ്മൾ തണുത്ത വെള്ളമായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? ഹീറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് ഫ്രം ഹോട്ട് വാട്ടർ ടു കോൾഡ് വാട്ടർ അൺടിൽ ബോത്ത് അറ്റൈൻ സെയിം ടെമ്പറേച്ചർ, അല്ലേ? അപ്പൊ ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും മിക്സ് ചെയ്യുന്നു. അൺടിൽ എന്ത് സംഭവിക്കുന്നു? രണ്ടും ഒരേ ടെമ്പറേച്ചറിലേക്ക് എത്തുന്നു, അല്ലേ? അപ്പം ആ കണ്ടീഷനെ നമ്മൾ തെർമൽ ഇക്വിലിബ്രിയം എന്ന് വിളിക്കും. സോ ടെമ്പറേച്ചർ സെയിം ആയിട്ടുള്ള കണ്ടീഷനെ നമ്മൾ തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയും. ഇനി മെക്കാനിക്കൽ ഇക്വിലിബ്രിയം, നിങ്ങൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഡിസ്കഷനിൽ കേട്ടിട്ടുണ്ടാവും. മെക്കാനിക്കൽ ഇക്വിലിബ്രിയം, ദ കണ്ടീഷൻ വെയർ ദ നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0, നെറ്റ് ടോർക്ക് ഇസ് ഈക്വൽ ടു 0, ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. നെറ്റ് ഫോഴ്സും നെറ്റ് ടോർക്കും 0 ആവുന്ന സമയത്ത്, നെറ്റ് ഫോഴ്സ് 0 ആവുന്ന കണ്ടീഷനെ നമ്മൾ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു. നെറ്റ് ടോർക്ക് 0 ആവുന്ന സമയത്തിനെ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു. ഒരു സിസ്റ്റം മെക്കാനിക്കൽ ഇക്വിലിബ്രിയം ആവണമെങ്കിലുള്ള റിക്വയർമെന്റ് എന്താ? ദ 2 കണ്ടീഷൻസ് മസ്റ്റ് ബി ഓൾ ടുഗദർ സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സും 0 ആവണം, നെറ്റ് ടോർക്കും 0 ആവണം. ആ കണ്ടീഷൻ ആണെങ്കിൽ കംപ്ലീറ്റ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയമായി. ക്ലിയർ ആവുന്നുണ്ടോ മക്കളെ? ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. അതുപോലെ കെമിക്കൽ ഇക്വിലിബ്രിയം, ദ അതർ തിങ് വി ഹാവ് ടു ഡിസ്കസ് ഈസ് എന്താ പറഞ്ഞത്? കെമിക്കൽ കോമ്പോസിഷൻ. ഒരു സിസ്റ്റത്തിന്റെ കെമിക്കൽ കോമ്പോസിഷൻ മാറുന്നില്ല എങ്കിൽ, if the chemical composition of the system is not changing എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിന്റെ കെമിക്കൽ ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ എല്ലാം സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇക്വിലിബ്രിയത്തെ നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയും. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിലേക്ക് നോക്കാം. എന്താണ് നമ്മുടെ thermodynamic equilibrium എന്ന് പറഞ്ഞാൽ? What do you mean by thermodynamic equilibrium? It is that condition where a system is in thermal, mechanical and chemical equilibrium with the surrounding. We say system in thermodynamic equilibrium when the system is in thermal equilibrium ഉണ്ടാവണം, mechanical equilibrium ഉണ്ടാവണം, chemical equilibrium ഉണ്ടാവണം,
ഈ 3 കണ്ടീഷനും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്താൽ അതിനെ നമ്മൾ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് വിശേഷിപ്പിക്കുന്നു. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ ക്ലിയർ എന്നൊന്ന് ടൈപ്പ് ചെയ്യാമോ? യെസ്. നമുക്കിനി അടുത്ത കാര്യത്തിലേക്ക് പോവാം. ദാറ്റ് ഈസ് ഹീറ്റ്. എന്താണ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഹീറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി, റൈറ്റ്? ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ദാറ്റ് ഈസ് ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ഇൻ ട്രാൻസിറ്റ് എന്ന് പറയും. ട്രാൻസിറ്റ് എന്ന് പറഞ്ഞാൽ കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്ന ഫോം ഓഫ് എനർജിയാണ് എന്ത്? ഹീറ്റ് എനർജി എന്ന് പറയുന്നത്. സോ എപ്പോഴാണ് ഒരു ഹീറ്റ് ഫ്ലോ ഉണ്ടാവുന്നത്? വെൻ വിൽ എ ഹീറ്റ് ഫ്ലോ ടേക്ക് പ്ലേസ്? ദ ഹീറ്റ് ഫ്ലോ വിൽ ടേക്ക് പ്ലേസ് whenever there is a temperature difference, right? So it is the energy which is transferred from a system to surrounding or vice versa. Under what condition? Due to temperature difference between the system and the surroundings, right? പിന്നെ ഓർക്കുക, ഇറ്റ്സ് എ മാക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റി. നമ്മൾ തെർമോഡൈനാമിക്സ് എല്ലാം, വെൻ ഇറ്റ് കംസ് ടു തെർമോഡൈനാമിക്സ്, ഇറ്റ്സ് എ വാട്ട് വി ഹാവ് ടു സേ അബൌട്ട് തെർമോഡൈനാമിക്സ് ഈസ് ഇറ്റ്സ് എ മാക്രോസ്കോപ്പിക് സയൻസ്. അവിടെ ഇൻഡിവിജ്വൽസിന് പ്രാധാന്യമില്ല. തെർമോഡൈനാമിക്സിൽ ഒരിക്കലും സിംഗിൾ അല്ലെങ്കിൽ ഒരാൾക്ക് പ്രാധാന്യമില്ല. നിങ്ങളിപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഉദാഹരണം പറഞ്ഞ 11A എന്ന് പറഞ്ഞൊരു ക്ലാസ് എടുത്താൽ ആ 11A എന്ന് പറയുന്നത് അവിടുത്തെ മാക്രോസ്കോപ്പിക് സിസ്റ്റമാണ്. അവിടെയുള്ള അഭിനവ് പ്രാധാന്യമില്ല, അവിടെയുള്ള ആദിത്യ വിനോദിന് പ്രാധാന്യമില്ല, അവിടെയുള്ള ഹയാസ് ഖാലിദിന് പ്രാധാന്യമില്ല, അവിടെയുള്ള വിഷ്ണുപ്രിയ ആൾക്ക് പ്രാധാന്യമില്ല, ശ്യാമലിന് പ്രാധാന്യമില്ല. നിങ്ങളെല്ലാവരും കൂടിയുള്ള ആ ഒരു ക്ലാസ്സിനാണ് തെർമോഡൈനാമിക്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ എല്ലാവരെയും കൂടി, അതായത് 11A എന്ന് പറയുന്ന ക്ലാസ്സിലുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും കൂടിയുള്ള കമ്പൈൻഡ് ബിഹേവിയർ ആണ് നമ്മൾ തെർമോഡൈനാമിക്സിൽ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. മക്കളെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? സോ ദാറ്റ് ഈസ് വൈ ഐ ടെൽ യു, തെർമോഡൈനാമിക്സ് എന്താണ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ മാക്രോ എന്ന് പറഞ്ഞാൽ ബിഗ്, എല്ലാവരെയും കൂടെ ചേർത്തെടുത്തിട്ടുള്ളത്. ഇറ്റ് ഈസ് എ മാക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റി. സോ ഇറ്റ്സ് എ മാക്രോസ്കോപ്പിക്. ദർ മൈക്രോസ്കോപ്പിക് എലമെന്റ്സ് ഹാവ് നോ റോൾ അറ്റ് ഓൾ. അവിടെ റോൾ ഉള്ളത് ആർക്കാണ്? മാക്രോസ്കോപ്പിക് എൻറ്റൈറ്റീസിന് മാത്രമാണെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ദെൻ അടുത്ത പോയിന്റ്, ഇറ്റ്സ് എ പാത്ത് ഡിപ്പെൻഡന്റ് ഫംഗ്ഷൻ. ഹീറ്റ് ഫ്ലോ ചെയ്യുന്നത്, അപ്പൊ പാത്ത് ഡിപ്പെൻഡന്റ് എന്ന് പറയുമ്പോൾ തെർമോഡൈനാമിക് പാത്ത് ഇൻവോൾവ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി തെർമോഡൈനാമിക് പാത്ത് ഇൻവോൾവ്, നോട്ട് എന്താ പറയാ എൻഡ് പോയിന്റ്സ് മാത്രമല്ല നോക്കുന്നത്. സോ ഹീറ്റ് ആൻഡ് വർക്ക് ആർ പാത്ത് ഫങ്ഷൻസ് എന്ന് നമ്മൾ പറയും. അത് വഴിയെ സാറ് കാണിച്ചു തരും. പാത്ത് ഫങ്ഷൻസ് എന്താണ്? പാത്ത് ഫങ്ഷൻ ദോസ് ഫങ്ഷൻസ് വിച്ച് ഡിപ്പെൻഡ്സ് നോട്ട് ഓൺലി ഓൺ ദി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസ് ബട്ട് ഓൾസോ ഓൺ ദ തെർമോഡൈനാമിക് പാത്ത് ഇൻവോൾവ്. Depends not only on the initial and final positions but also on the thermodynamic path involved. അതാണ് പാത്ത് ഫങ്ഷൻ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഇതിന്റെ സൈൻ കൺവെൻഷൻ നമ്മൾ പറയുന്നത്, ഇഫ് ഹീറ്റ് ഈസ് ആഡഡ് ടു ദ സിസ്റ്റം, ഇഫ് ഹീറ്റ് ഈസ് ആഡഡ് ടു ദ സിസ്റ്റം then it is positive. Then heat exchange is considered to be positive. If heat is released by the system, then we take it as negative. Heat സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്താൽ അതിനെ പോസിറ്റീവ് എന്ന് വിളിക്കും. ഹീറ്റ് സിസ്റ്റത്തിൽ നിന്ന് എടുത്താൽ നമ്മൾ അതിനെ നെഗറ്റീവ് എന്ന് കൂടി വിളിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ഇനി വഴിയെ നമ്മുടെ ഡിസ്കഷനിൽ അത് പറയുന്നുണ്ട്. സോ നൗ as I am taking this in the order of the NCERT, let us start with what is called zeroth law of thermodynamics. Why is it called zeroth law of thermodynamics? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. It is the law that is very very important in explaining first and second laws. പക്ഷേ ഇത് വന്നത് എപ്പോഴാണ്? ഫസ്റ്റും സെക്കൻഡ് ലോ പ്രപ്പോസ് ചെയ്തതിന് ശേഷമാണ് എന്നുള്ളതുകൊണ്ടാണ് this law is called zeroth law. As you can see from this diagram, ഇവിടെ നോക്കുക, സിസ്റ്റം A is separately in equilibrium with the systems B and C.
എന്ന് പറഞ്ഞാൽ ഇവിടെ എയും ബിയും നിങ്ങൾ പണ്ട് മാത്തമാറ്റിക്സിലൂടെ പഠിച്ചിട്ടുള്ള പോലെ എ ഇസ് ഈക്വൽ ടു ബി ആയി, എ ഇസ് ഈക്വൽ ടു സി ആയി, അതുകൊണ്ട് ബി ഇസ് ഈക്വൽ ടു സി എന്ന് പറയരുത്. സാർ പറയുന്നത് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. എ ഇസ് ഈക്വൽ ടു ബി ആണ്, എ ഇസ് ഈക്വൽ ടു സി ആണ്, അതുകൊണ്ട് ബി ഇസ് ഈക്വൽ ടു സി ആയി എന്നുള്ള കണ്ടീഷൻ അല്ല. എപ്പോഴാണ് എയും ബിയും ഇക്വിലിബ്രിയത്തിലാവുന്നത്? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. എയും ബിയും എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിലാവുന്നത്? when temperature of A is equal to temperature of B ആവുമ്പോൾ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും when A and B are in equilibrium, one has to say that the temperature of A is equal to what? The temperature of B. അല്ലേ? When A and B are in equilibrium, let me tell you, the temperature of A is equal to the temperature of B. I hope you can see this. Similarly, എപ്പോഴാണ് എയും സിയും ഇക്വിലിബ്രിയത്തിലാവുന്നത്? എപ്പോഴാണ് എയും സിയും ഇക്വിലിബ്രിയത്തിലാവുന്നത്? വെൻ ടെമ്പറേച്ചർ ഓഫ് എ ഈസ് ഈക്വൽ ടു ടെമ്പറേച്ചർ ഓഫ് സി. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ആ പ്രധാനപ്പെട്ട കാര്യം എന്താ? നൗ ടെമ്പറേച്ചർ ഓഫ് എ ഈസ് ഈക്വൽ ടു ടെമ്പറേച്ചർ ഓഫ് ബി ആൻഡ് ടെമ്പറേച്ചർ ഓഫ് എ ഈസ് ഈക്വൽ ടു ടെമ്പറേച്ചർ ഓഫ് സി. ദിസ് ഈസ് പോസിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ടെമ്പറേച്ചർ ഓഫ് ബി ഈസ് ഈക്വൽ ടു ടെമ്പറേച്ചർ ഓഫ് സി. റൈറ്റ്? That again concludes what? Temperature of A is equal to temperature of B, that is equal to temperature of C. Ready or no? So temperature of A is equal to temperature of B is equal to temperature of C. Then we say the system is in thermal equilibrium. Now let us come to the statement of the zeroth law. ഞാനിപ്പോൾ എഴുതിയ ഈ സാധനം തന്നെയാണ് ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞത്. The two systems are in separate equilibrium with a third system. Then the two systems are also in equilibrium with each other. ഒന്നുകൂടെ പറയാം. If two systems A and B are in separate, or two systems B and C are in separate equilibrium with the system A, then the systems B and C are also in equilibrium with each other. ഒന്നുകൂടി എവിടെയൊക്കെയോ എന്തൊക്കെയോ മിസ്സാവുന്നു അല്ലേ? When two systems B and C are in separate equilibrium with A, എന്ന് പറഞ്ഞാൽ ബിയും എയുമായിട്ട് ഇക്വിലിബ്രിയത്തിലാണ്, സിയും എയുമായിട്ട് ഇക്വിലിബ്രിയത്തിലാണ്, എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ബിയും സിയുമായി ഇക്വിലിബ്രിയത്തിലായിരിക്കുമെന്നാണ്. റൈറ്റ്? ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ ക്ലിയർ ഒന്ന് ടൈപ്പ് ചെയ്തേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. Now an important topic from thermodynamics, that is work done in a thermodynamic process. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. വർക്ക് ഡൺ ഇൻ എ തെർമോഡൈനാമിക് പ്രോസസ്. റൈറ്റ്? ഓക്കെ, എന്താണ് വർക്ക് ഡൺ ഇൻ എ തെർമോഡൈനാമിക് പ്രോസസ് എന്ന് പറയുന്നത്? ഇപ്പം നമ്മൾ പറയും, ഇപ്പം ജസ്റ്റ് ഒന്ന് സാർ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഒരു പിക്ചർ വർക്ക് വരച്ച്. Let us consider a gas enclosed in a container with a movable piston. എന്നിട്ട് നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് വരാം. ഗ്യാസ് എൻക്ലോസ്ഡ് ഇൻ എ കണ്ടെയ്നർ വിത്ത് എ മൂവബിൾ പിസ്റ്റൺ. ഓക്കെ, റെഡി? ഓക്കെ, സോ ദ ഗ്യാസ്, അപ്പം ലെറ്റ് പി ബി ദി പ്രഷർ ഫ്രം ഔട്ട്സൈഡ്. നൗ പി എ വിൽ ബി ദി force experience from outside. PA will be the force experience from outside. അപ്പോൾ എൻ്റെ ചോദ്യം മക്കളെ ഇത്രയാണ്. What should be the force exerted by the gas? What should be the force exerted by the gas? ശ്രദ്ധിച്ച് കേൾക്കുക. What should be the force exerted by the gas in order to displace the piston very very slowly without acceleration through a small distance delta x? I repeat, what is the force exerted by the gas in order to displace the piston by a small amount delta x without acceleration? അപ്പോൾ ഏറ്റവും ആദ്യത്തെ കാര്യം നമ്മൾ പറഞ്ഞു, ഇവിടെ ആക്സിലറേഷൻ 0 ആണ്. അപ്പോൾ ഈ പിസ്റ്റന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചാൽ പിസ്റ്റണിൽ 2 ഫോഴ്സുകളുണ്ട്. ഒരു ഫോഴ്സ് ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്നത്, മറ്റേ ഫോഴ്സ്
എയർ പുറത്തുള്ള സറൗണ്ടിങ് എക്സേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡ് ഓഫ് ഇക്വേഷൻ എം എ എന്ന് ഞാൻ എഴുതും, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പൊ ലെഫ്റ്റ് സൈഡ് എന്ത് വരും? ഒരു ഫോഴ്സ് മുകളിലേക്കുണ്ട്, ദാറ്റ് ഈസ് എഫ്. മറ്റേ ഫോഴ്സ് താഴോട്ടുണ്ട്, ദാറ്റ് ഈസ് പി എ. സോ എഫ് മൈനസ് പി എ ഇസ് ഈക്വൽ ടു 0. സോ വാട്ട് ഈസ് ദി ഫോഴ്സ്? എഫ് ഇസ് ഈക്വൽ ടു, അപ്പോൾ നമ്മൾക്ക് ഈസി ആയിട്ട് പറയാം, ദ ഫോഴ്സ് അപ്ലൈഡ് ഈസ് ഈക്വൽ ടു വാട്ട്? ഇറ്റ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു എ, റൈറ്റ്? ദാറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു എ. അതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. Now the next question, what is the work done by this force in order to displace the piston? Delta W ആണ് work done എങ്കിൽ, let me tell you, force മുകളിലേക്കാണ്, ഡിസ്പ്ലേസ്മെന്റും മുകളിലേക്കാണ്, right? Force is upwards, displacement is also upwards, right? Here the force is acting upwards, the displacement is also upwards. So let me tell you, the work done is equal to F delta x cos 0. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വർക്ക് ഡണ്ണിന്റെ ഫോർമുല, എഫ് എസ് കോസ് തീറ്റ. ഇവിടെ ഫോഴ്സ് മുകളിലേക്കാണ്, ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്കാണ്. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 0 ആണ്. സോ ഇറ്റ് ഈസ് എഫ് ഡെൽറ്റ എക്സ് കോസ് 0. മക്കളെ, ഇത്രയും ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് എഫിന്റെ സ്ഥാനത്ത് പി ഇൻറ്റു എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഇൻറ്റു ഡെൽറ്റ എക്സ് എന്ന് എഴുതാം. കോസ് 0 1 ആണ്. Cos 0 is 1, right? F into delta x into cos 0. Now, ഇവിടെ നമ്മൾ Fന് P എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, that is PA delta x. But what is A into delta x? Area. A is the area of the piston, അല്ലെങ്കിൽ base area of the container. Area into delta x. What is that going to be? Type ചെയ്ത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ area into length. Area into length. Area in multiplied by length is volume. So this work done is equal to P delta V. The work done by the gas in order to change the volume by delta V. Work done by the gas in order to change the volume by delta V is equal to P delta V. Right? Yes, Vishnu Priya. Thank you. This is delta W. The work done is equal to P delta V. Ready? But this is a work done to displace by small volume delta V. Suppose if V1 is the initial volume and V2 is the final volume, that means the gas is expanding from V1 to V2 എന്ന് വിചാരിക്കുക. If the gas expands from V1 to V2 എന്ന് വിചാരിച്ചാൽ ടോട്ടൽ വർക്ക് ഡൺ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ചെറിയ എലമെന്റ് വർക്ക് ഡൺ കണ്ടുപിടിക്കണം, അതിനെ ആഡ് ചെയ്യണം, റൈറ്റ്? അപ്പം ആദ്യത്തെ ഒരു ചെറിയ വോളിയത്തിനെ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള വർക്ക് ഡൺ ഡെൽറ്റ W1, അടുത്തതിനെ ഡെൽറ്റ W2, അടുത്തത് ഡെൽറ്റ W3, അടുത്തത് ഡെൽറ്റ W4. അങ്ങനെ നമ്മൾ ഓരോ എലമെന്റൽ വോളിയത്തിനെ എലമെന്റൽ വർക്ക് ഡൺ കണ്ടുപിടിക്കണം. ആ കണ്ടുപിടിച്ച വർക്ക് ഡൺ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ നമുക്കിനിയുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേഷൻ ആണ്. ഏറ്റവും എളുപ്പമുള്ളതെന്ന് പറയുമ്പോൾ കുറെ പിള്ളേർ ഇപ്പം മാത്തമാറ്റിക്സ് ഒക്കെ പഠിക്കുന്ന പിള്ളേർക്ക് അത് പ്രയാസം ഉണ്ടാവില്ല. അല്ലാത്തൊരു ഇപ്പോൾ +1 കുട്ടികൾ ആരെങ്കിലും ഒക്കെ ഇരിക്കുന്നതാണ് പറയും, സാറേ ഈ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ വലിയ ഒരു രക്ഷയില്ലാത്ത പരിപാടിയാണ്. +2 കുട്ടികൾ പറയും, ഓക്കെ സാർ, ഇന്റഗ്രേഷൻ ഈസ് സച്ച് ആൻ ഈസി പ്രോസസ് എന്ന്, അല്ലേ? അപ്പോൾ സോ ദിസ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ V1 to V2 PdV, right? ഇതാണ് വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഇൻ ഓർഡർ ടു ചേഞ്ച് ദ വോളിയം ഫ്രം V1 to V2. വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഇൻ ഓർഡർ ടു ചേഞ്ച് ദ വോളിയം ഫ്രം V1 to V2, റൈറ്റ്? അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞു. ദിസ് ഇസ് ദ വർക്ക് ഡൺ. അപ്പോൾ ദാ നമ്മൾ ഇപ്പുറത്തെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത പേജിലേക്ക് കയറുമ്പോൾ വർക്ക് ഡൺ ദാ ഇന്റഗ്രൽ V1 to V2 ദാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സാർ വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ദിസ് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു, സോ V1 is the initial volume, V2 is the final volume. So did you understand the proof? ഇത് ക്ലിയർ ആയെങ്കിൽ മാത്രം ക്ലിയർ എന്ന് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ക്ലിയർ if it is absolutely clear to you. Okay, ready? അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. Suppose if the gas is expanding, what is the work done by the gas during expansion? അതാണ് ആദ്യത്തെ ചോദ്യം. Work done by the gas
ഡ്യൂറിങ് എക്സ്പാൻഷൻ. കെമിസ്ട്രിയും ഫിസിക്സുമായിട്ട് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് ഇവിടെയാണോ? കെമിസ്ട്രിക്കാർ പറയും വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഡ്യൂറിങ് എക്സ്പാൻഷൻ നെഗറ്റീവ് എന്നും, ഫിസിക്സുകാർ പറയും വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഡ്യൂറിങ് എക്സ്പാൻഷൻ പോസിറ്റീവ്. നമുക്ക് നമ്മുടേതായ രീതിയുണ്ട്. ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വോളിയം കൂടുകയാണ്, അതുകൊണ്ട് നമ്മൾ പറയും വർക്ക് ഡൺ ഈസ് പോസിറ്റീവ്. മനസ്സിലാക്കുക. നമുക്ക് ഫിസിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ പറയാം, കെമിസ്ട്രിയുടെ പോയിന്റ് ഓഫ് വ്യൂ അവർ പറയും. എന്തായാലും ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ കണ്ടുപിടിക്കുക, മറ്റേ സബ്ജക്റ്റിൽ കിട്ടാൻ ഒരു നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, സോ നമ്മളിവിടെ പറഞ്ഞു വരുന്ന പോയിന്റിലേക്ക് തന്നെ നമുക്ക് വീണ്ടും വരാം. സോ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഡ്യൂറിങ് എക്സ്പാൻഷൻ, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്ന് നമ്മൾ പറഞ്ഞ ഇങ്ങനെയാണ്. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം, വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഡ്യൂറിങ് എക്സ്പാൻഷൻ ഈസ് പോസിറ്റീവ്. സിമിലർലി വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഡ്യൂറിങ് കംപ്രഷൻ ഈസ് നെഗറ്റീവ്. അപ്പം എക്സ്പാൻഷന് വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് പറയും, കംപ്രഷന് വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് എന്നും പറയും. മനസ്സിലാക്കുക. when work is done by the gas it is taken as positive, when work is done on the gas it is negative. Okay, work done by the gas positive, work done on the gas negative. മക്കളെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കണം. വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് പോസിറ്റീവ്, വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് നെഗറ്റീവ്, റൈറ്റ്? സിമിലർലി ഇനിയാണ് ഏറ്റവും രസകരമായ കാര്യം പറയുന്നത്. So in the cyclic process where work done is equal to the area under cycle and is negative, the cycle is anti-clockwise and it is positive, it is clockwise. വേണ്ട, ഞാനിപ്പോൾ പെട്ടെന്ന് അങ്ങനെ ആ സെന്റൻസ് അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഓക്കെ, ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യം ഞാൻ പറഞ്ഞത്, ഇത്തിരി മുമ്പ് പറഞ്ഞത്. ഏരിയ അണ്ടർ ദ PV ഡയഗ്രാം, റൈറ്റ്? ദിസ് ഈസ് പ്രഷർ വോളിയം ഡയഗ്രാം. സോ ഏരിയ അണ്ടർ ദ PV ഡയഗ്രാം ഈസ് വർക്ക് ഡൺ. ഏരിയ എൻക്ലോസ്ഡ് ബൈ PV ഡയഗ്രാം ഈസ് വർക്ക് ഡൺ. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്താലോ? ഏരിയ. ഇനി നിങ്ങൾ എന്നെ സഹായിക്കണം. ഞാൻ ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ പോവാണ്. ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾ കൃത്യമായ ഉത്തരം പറയാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു PV ഡയഗ്രാം നമ്മൾ വരയ്ക്കാൻ പോവാണ്. ഓക്കെ, ലെറ്റ് us draw a few PV diagrams. അപ്പൊ ഇതൊരു പ്രഷർ വോളിയം ഡയഗ്രാം നമ്മൾ വരയ്ക്കുകയാണ്. അപ്പം നമ്മുടെ ഒരു ഗ്യാസ്, ഇനീഷ്യൽ വോളിയം V1, final volume V2. So my question number 1 is the gas expanding or compressing? അതിനുള്ള ഉത്തരം ആദ്യം നിങ്ങൾ തരിക. Is the gas expanding or compressing? That is the first question. Is the gas expanding or compressing? That is question number 1. അപ്പോൾ അതിനുള്ള ഉത്തരം നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഓക്കെ, റെഡി? അപ്പൊ നമുക്ക് മനസ്സിലാക്കി ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റും ΔW greater than 0. That means positive. When gas is expanding, the work done is positive, right? അപ്പം അടുത്ത സിറ്റുവേഷനിലേക്ക് വന്നു. ഇത് ഒന്നാമത്തെ ഗ്രാഫ് ഞാൻ നിങ്ങളെ കാണിച്ചു. ഇനി അതുപോലെ അടുത്തൊരു ഗ്രാഫ് ഞാൻ നിങ്ങളെ കാണിക്കുക. സോ നിങ്ങളുടെ കമന്റ്സിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. അടുത്തൊരു PV ഡയഗ്രാം, റൈറ്റ്? യാ, യെസ് വിഷ്ണുപ്രിയ. അടുത്തൊരു ഗ്രാഫ് നോക്കുക. ഇവിടെ വീണ്ടും ഞാൻ തന്നിരിക്കുന്നു. വിഷ്ണുപ്രിയ 1-2 പേര് മാത്രമേ കമന്റ്സ് അയക്കുന്നുള്ളൂ. എല്ലാവരെയും കമന്റ്സ് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത ചോദ്യം ഇതാണ്. ഓക്കെ, വിഷ്ണുപ്രിയ എക്സ്പാൻഡിങ്, അഭിനവ് എക്സ്പാൻഡിങ്. എല്ലാവരും ഒന്ന് പെട്ടെന്നൊന്ന് എനർജറ്റിക് ആയിട്ട് കമന്റ് അയച്ചേ. അപ്പോൾ കമന്റ് ഇട്ടേ, അപ്പോഴേ സാറിന് ഒരു എനർജി ഇവിടെ വരുള്ളൂ. അടുത്ത ഗ്രാഫ് നോക്കുക. ഞാൻ ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. ദിസ് വോളിയം ഈസ് V1, ദിസ് വോളിയം ഈസ് V2, റൈറ്റ്? വീണ്ടും പറയുക. ഈ ഗ്രാഫ് വീണ്ടും നോക്കിയിട്ട് നിങ്ങൾ പറയുക ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യാണോ കംപ്രസ് ചെയ്യാണോ എന്ന്. എക്സ്പെക്ടിങ് യുവർ റിപ്ലൈ അറ്റ് ദ ഏർലിയസ്റ്റ്. എന്നിട്ട് പറയാം വർക്ക് ഡൺ പോസിറ്റീവ് ആണോ വർക്ക് ഡൺ നെഗറ്റീവ് ആണോ എന്ന്. ഇസ് ദ ഗ്യാസ് എക്സ്പാൻഡിങ് ഓർ ഇസ് ദ ഗ്യാസ് കംപ്രസിങ്? യെസ്, വെയിറ്റിംഗ് ഫോർ ദ റിപ്ലൈസ്. ഓക്കെ, വോളിയം കൂടുകയാണെങ്കിൽ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യും, വോളിയം കുറയുകയാണെങ്കിൽ ഗ്യാസ് കംപ്രസ് ചെയ്യും. നിങ്ങൾ എല്ലാവരും ആ പിക്ചർ ഒന്നുകൂടി നോക്കുക. ഈസ് ദ വോളിയം ഇൻക്രീസിങ് ഓർ വോളിയം ഡിക്രീസിങ്? അതാണ് നിങ്ങൾ നോക്കേണ്ടുന്ന കാര്യം. ഈസ് ദ വോളിയം ഇൻക്രീസിങ് ഓർ വോളിയം ഡിക്രീസിങ്?
സോറി അഭിനവ്, എല്ലാവരും തെറ്റിച്ചു എന്ന് ഞാൻ പറയും. മക്കളെ എല്ലാവരും നോക്കടാ, വോളിയം കൂടുകയാണോ വോളിയം കുറയുകയാണോ? ലുക്ക് അറ്റ് ദ ഫിഗർ കെയർഫുള്ളി. വാട്ട് ഹാപ്പൻസ് ടു ദി വോളിയം? ഇസ് ഇറ്റ് ഇൻക്രീസിംഗ് ഓർ ഇസ് ഇറ്റ് ഡിക്രീസിംഗ്? Expanding, yeah. 1 expanding, 2 expanding. Yes, allus. Saying രണ്ട് കേസിലും what is happening is expansion. Very good, very good, very good. The gas is expanding. Okay. Thank you. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റും വീണ്ടും ഡെൽറ്റ W greater than 0. Expansion work done by the gas during expansion is പോസിറ്റീവ്. ഇവിടെ വീണ്ടും ഗ്യാസ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ക്ലിയർ ആയി. രണ്ട് ഗ്രാഫും ക്ലിയർ ആയെങ്കിൽ നിങ്ങൾ ക്ലിയർ എന്ന് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നോട്ട് ക്ലിയർ എന്ന് ടൈപ്പ് ചെയ്യുക. എല്ലാവരും those are attending the class right now, please respond. അപ്പം അങ്ങനെ ഒരു കാര്യം, ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നു, രണ്ടിടത്തും വോളിയം കൂടുന്നു. ഗ്രാഫിൽ നിങ്ങൾ പ്രഷർ കുറയുന്നത് ഒന്നും നോക്കണ്ട. വോളിയം കൂടുകയാണ് എങ്കിൽ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നു, വോളിയം കുറയുകയാണെങ്കിൽ ഗ്യാസ് കംപ്രസ് ചെയ്യുന്നു. രണ്ട് ഗ്രാഫിലും നിങ്ങൾ കാണുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മാത്രം ഉത്തരം തന്നാൽ മതി. വോളിയം മാത്രം നോക്കുക, പ്രഷറിനെ നോക്കരുത്. അങ്ങനെയെങ്കിൽ അടുത്തൊരു പ്രോസസ്സിലേക്ക് നമ്മൾ കയറാൻ പോവാണ്. അടുത്തൊരു ഗ്രാഫ്. So this is volume V1, this is volume V2. Now please reply. What happens? Is the gas expanding or compressing? Is the gas expanding or compressing? That's a question to be answered. Yes. പെട്ടെന്ന് പറഞ്ഞു. Is the gas expanding or is the gas compressing? എന്താണ് സംഭവിക്കുന്നത്? മക്കളുടെ റിപ്ലൈക്ക് വേണ്ടി സാർ വെയിറ്റ് ചെയ്യുന്നു. Yes. What you can see is that the gas is expanding. Again, I will tell you delta W greater than 0. Right? Yes. Replies ഒക്കെ സാറിന് കിട്ടി തുടങ്ങി. സൂപ്പർ. വിഷ്ണുപ്രിയ, ഫാത്തിമ, അഭിനവ്, അല്ലൂസ്, 3-5 ആൾക്കാർ സ്ഥിരമായിട്ട് റിപ്ലൈ ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂ പ്ലീസ്. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തൊരു പ്രോസസ്സിലേക്ക് കിടക്കാം. അടുത്തൊരു PV ഡയഗ്രാം സാർ വരയ്ക്കാൻ പോവാം. ഇത് നിങ്ങൾ ഉറപ്പായിട്ടും തെറ്റിക്കുമോ ശരിയാക്കുമോ നമുക്ക് നോക്കാം. ഓക്കെ, റെഡി. ഒന്ന് കളറൊക്കെ മാറ്റി പിടിക്കണമല്ലോ അല്ലേ. This is another PV diagram and you have to tell me what is happening here. ഓക്കെ, ഇവിടുത്തെ വർക്ക് ഡൺ കിട്ടാൻ സാർ എന്ത് ചെയ്താൽ മതി? ഈ ഏരിയ എടുത്താൽ മതി. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. ഇത് നമുക്ക് +x എന്ന് എടുക്കാം കേട്ടോ. ഈ ഏരിയ ആവശ്യമുണ്ടേ. അടുത്ത് നിങ്ങൾ പറയുക, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ രണ്ടാമത്തെ റോ, ഈ പറയുന്ന ലൈക്ക് റോസ് കളർ പോലുള്ള ഒരു കളറിൽ വരച്ചിരിക്കുന്ന ഗ്രാഫിൽ എന്താണ് സംഭവിക്കുന്നത്? ഈസ് ദ ഗ്യാസ് കംപ്രസിംഗ് ഓർ എക്സ്പാൻഡിങ്? യെസ്, waiting for your valuable reply. Yes, I think this is compressing and the whole delta W is negative. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഏരിയയ്ക്ക് നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഡെൽറ്റ W is equal to +x എന്ന് കൊടുത്തു. യെസ്, അഭിനവ്, ഓക്കെ, വിഷ്ണുപ്രിയ, യെസ്, ഉത്തരം കിട്ടി. കുറേ ആൾക്കാർ, സൂപ്പർ. അപ്പോൾ ഈ ഏരിയ, അപ്പോൾ കംപ്രഷൻ എന്ന് പറയുമ്പോൾ വർക്ക് ഡൺ നമ്മൾ കുറച്ചും പറഞ്ഞു. വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് ആണ്. വർക്ക് ഡൺ ഡ്യൂറിങ് കംപ്രഷൻ നെഗറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ -y എന്ന് എഴുതുന്നു. സോ ഇവിടെ +x ഇട്ടു, മറ്റത് -y എന്ന് എഴുതി. മക്കളെ നോക്ക്. അപ്പം ഞാൻ മൈനസ് ഇട്ടതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇത് കംപ്രഷൻ ആണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തൊരു ഗ്രാഫിലേക്ക് പോവാം. ഈ ഗ്രാഫ് നിങ്ങൾ വളരെ വളരെ ശ്രദ്ധിച്ച് മാത്രം ഉത്തരം തരിക. ലുക്ക് അറ്റ് ദിസ് PV ഡയഗ്രാം ആൻഡ് ടെൽ മീ വാട്ട് ഈസ് ഹാപ്പനിങ്. This volume is V1, this volume is V2. Tell me.
So in this graph, you have to tell me what happens to the work done, right? എന്താ കളർ കൊടുക്കണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഞാൻ നോക്കൊണ്ടിരിക്കണം. Okay, tell me what is happening here. Tell me what is happening here. Tell me what is happening here. In this one, you can see that this is called a cyclic process. This process is called a cyclic process. In this case, what is your expectation regarding the work done? നിങ്ങളുടെ റിപ്ലൈ കിട്ടിയിട്ടേ ഞാൻ ബാക്കി റെസ്പോണ്ട് ചെയ്യുള്ളൂ. സോ ദാറ്റ് മീൻസ് ഐ വിൽ ബി ഐഡിൽ ഫോർ സം 8 to 10 seconds. നിങ്ങളുടെ റിപ്ലൈക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഞാൻ എന്താ പറയുക ഇതിന് ഉത്തരം പറയുള്ളൂ. ഓക്കെ, സോ ടെൽ മീ വാട്ട് ഈസ് ഗോയിങ് ടു ബി ദ വർക്ക് ഡൺ ഹിയർ. Waiting. Equilibrium condition. So initial volume is equal to final volume. So tell me what is going to be the total work done here. What's going to be the work done here? Work done. What is going to be the work done here? Is it going to be positive, negative, zero, expanding, compressing? Everything is happening. Abhinav says 0, Anshif Rahman says 0, Amanda World says 0, Allu says expanding and compressing. Okay, got everything. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നതിന് മുൻപ് നമുക്ക് തൊട്ടു മുൻപത്തെ പേജിലേക്ക് ഒന്ന് പോയാലോ? യെസ്, എല്ലാവരും 0 പറഞ്ഞു. ഓക്കെ, ഞാനിത് പറയുന്നതിന് തൊട്ടു മുമ്പത്തെ പേജിലേക്ക് ഒന്ന് പോയിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ഗ്രാഫും ഇപ്പറ കണ്ട ഈ 2 ഗ്രാഫും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? എന്തെങ്കിലും കണക്ഷൻ ഡു യു ഫൈൻഡ് ബിറ്റ്വീൻ ദി അതർ 2 ഗ്രാഫ്സ്? ഇഫ് യെസ്, ടൈപ്പ് യെസ്, അതർവൈസ് ടൈപ്പ് നോ. നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ഷൻ ഈ വരച്ച ഈ 2 പിക്ചറും അപ്പുറത്ത് കണ്ട ആ പടവും തമ്മിലുണ്ടെങ്കിൽ യെസ് ടൈപ്പ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ നോ ടൈപ്പ് ചെയ്യാം. Yes, type waiting for your reply. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഒരു ചെറിയ കാര്യം സാറ് കാണിച്ചു തരാം. ഞാൻ ഈ ഒരു സാധനത്തെ എടുത്ത് ഇവിടെ അങ്ങോട്ട് കൊണ്ട് ഫിക്സ് ചെയ്താൽ എനിക്ക് തോന്നുന്നു അപ്പുറം കിട്ടിയ പടമായി മാറി. റൈറ്റ്, ഇതിനടുത്ത് ഇപ്പുറം കൊണ്ട് ഇങ്ങനെ വെച്ചപ്പോൾ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ പിക്ചർ ദാറ്റ് യു സീ ഹിയർ. റെഡി? യെസ്, താങ്ക് യു. അപ്പം ഞാൻ പറയും ഈ ഗ്രാഫിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് വരച്ചാലോ? ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ ആദ്യത്തെ ഏരിയ ഞാൻ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുന്നു. അത് കളർ വെച്ച് തന്നെ കൊടുക്കാം. അപ്പം ഡെൽറ്റ W1. അപ്പം ഞാനിവിടെ പണ്ട് എഴുതിയ പോലെ എഴുതാണ് ഡെൽറ്റ W ഈസ് ഈക്വൽ ടു ദി പ്രോസസ് 1. ദാറ്റ് ഈസ് ഡെൽറ്റ W1 പ്ലസ് ഡെൽറ്റ W2. നിങ്ങൾ പറയാ ഡെൽറ്റ W1 സാറ് പ്ലസ് എക്സ് എന്ന് എഴുതിക്കോട്ടെ. ക്യാൻ ഐ റൈറ്റ് ഡെൽറ്റ W1 ഈസ് ഈക്വൽ ടു പ്ലസ് എക്സ് ആസ് ഐ ഡിഡ് previously? Now this is 2. അങ്ങനെയെങ്കിൽ നമുക്ക് കുറച്ചും എഴുതുപോലെ ഡെൽറ്റ W2 ഈസ് ഈക്വൽ ടു മൈനസ് വൈ എന്ന് എഴുതിയാൽ ആ മൈനസ് വൈ കാണിക്കാൻ ഞാൻ ഈ ഇൻറ്റു മാർക്ക് ഉപയോഗിക്കുകയാണ്. അപ്പൊ ചോദ്യം ഇതാണ്, സോ വാട്ട് ഈസ് ഇറ്റ് ടോട്ടൽ വർക്ക് ഡൺ ഗോയിങ് ടു ബി? നിങ്ങൾ ഇനി പറഞ്ഞു തരും എക്സ് പ്ലസ് മൈനസ് വൈ. Then what is going to be the total work done? Please reply all of you. What should I do then? നിങ്ങൾ പറയുക ഞാൻ എന്ത് ചെയ്യണം? This is x plus minus y. എക്സിൽ നിന്നും y മൈനസ് ചെയ്യണമെന്നാണ് എനിക്ക് അൾട്ടിമേറ്റ്ലി ഇവിടെ കിട്ടുന്ന കൺക്ലൂഷൻ. എക്സിൽ നിന്നും y മൈനസ് ചെയ്യണം. അഭിനവേ ക്ലിയർ അല്ലേ? അഭിനവ്, is it clear to you? എക്സിൽ നിന്നും y മൈനസ് ചെയ്യണം എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി ഞാൻ കാണുന്ന കാര്യം. അങ്ങനെയെങ്കിൽ വിത്ത് യുവർ പെർമിഷൻ ഞാൻ ആ y ഒന്ന് മൈനസ് ചെയ്യാൻ പോവാണ്.
Y എന്ന് പറയുന്നത് ഇട്ടിരിക്കുന്ന ഇൻഡു മാർക്കിൻ്റെ റീജിയനാണ്. ഇൻഡു മാർക്ക് ഇട്ടിരിക്കുന്ന റീജിയൻസ് എല്ലാം ഞാനൊന്ന് എന്ത് ചെയ്യാൻ പോവാണ്, മായ്ച്ച് കളയാൻ പോവാണ്. അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു ഇറേസ് ഓൾ റീജിയൻസ് വിച്ച് ഈസ് മാർക്ക്ഡ് ഇൻ ടു. Okay, then where we are at the moment, please. Is that equal to 0? And what you see here is it is greater than 0. മക്കളെ ക്ലിയർ ആയോ? നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യാം. സോ ഹിയർ വർക്ക് ഡൺ നോട്ട് ഈക്വൽ ടു 0, റാദർ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ഇങ്ങനെയുള്ള പ്രോസസ്സുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സൈക്ലിക് പ്രോസസ്. This process is called a cyclic process. In a cyclic process, the work done is nothing but the area enclosed by the cycle. Work done is nothing but the area enclosed by the cyclic process. Understand? It's the area enclosed by the cyclic process is work done. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏരിയ ഇവിടെ സൈക്കിൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ നോക്കൂ. ലുക്ക് അറ്റ് ദ സൈക്കിൾ. ഈസ് ദിസ് സൈക്കിൾ എ ക്ലോക്ക് വൈസ് സൈക്കിൾ ഓർ ആൻ ആന്റി ക്ലോക്ക് വൈസ് സൈക്കിൾ? ലുക്ക് അറ്റ് ഇറ്റ്. വാട്ട് അബൌട്ട് others? Is it clear? Waiting for the reply. Is it clockwise cycle or anti-clockwise cycle? Waiting. Look at the figure. Is it clockwise or anti-clockwise? Yeah, very good. It's a clockwise cycle. And what do you say about the work done in clockwise cycle? Is it positive or negative? Work done during a clockwise cycle process. Is it positive or negative? ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. Is work done in a clockwise cycle in the PV diagram. It's a PV diagram. PV diagram, not VP diagram. It's a PV diagram. Is it positive or negative? Work done in clockwise cycle. Work done in a clockwise cycle, is it positive or negative? Yes, come on. പോസിറ്റീവ് അല്ലേ മക്കളെ? അൻഷിഫ് റഹ്മാനെ നോക്കടാ. എക്സ് മൈനസ് വൈ, എക്സ് പോസിറ്റീവ് നോക്കടാ നീ. എക്സ് മൈനസ് വൈ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വർക്ക് ഡൺ ഇൻ എ ക്ലോക്ക് വൈസ് സൈക്കിൾ എന്താണ്? നോക്കിക്കേ, ശരിക്കും നോക്ക്. യെസ്, നോക്ക്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പഠിച്ച ആ പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. വർക്ക് ഡൺ ഇൻ എ ക്ലോക്ക് വൈസ് സൈക്കിൾ. CLK എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ക്ലോക്ക് എന്നാണ്. വർക്ക് ഡൺ ഇൻ എ ക്ലോക്ക് വൈസ് സൈക്കിൾ in PV diagram. In PV diagram it is positive. Work done in a clockwise cycle in PV diagram is positive. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് മറ്റൊരു കാര്യം കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ നോക്കൂ, അടുത്തൊരു ഡയഗ്രാം ഞാൻ കാണിച്ചു തരാം. ഇത് നിങ്ങൾ ഇനി ഈസി ആയിട്ട് എനിക്ക് പറഞ്ഞു തരും. സോറി, ഇതൊരു PV ഡയഗ്രാം. ഞാൻ നോക്കുന്നു, ദാ ഇവിടെ മക്കളെ പറഞ്ഞ is the gas expanding or compressing? Is the gas expanding or compressing? Yes, I am coming to that. SR, whoever it be. പേരെനിക്ക് അറിയില്ല, ക്ഷമിക്കുക. ചോദ്യത്തിലുള്ളൂ ഇവിടെ gas expanding or compressing? Is the gas expanding or compressing? Yes. Yeah, right man. I'll lose. Now look at the figure and tell me, is the gas expanding or compressing? Yes. Compression, right? So here, let me tell you, if delta W1 is the work done, let me take it as minus X because the gas is compressing. Yeah. Now let us take the next one.
This is process 1, this is process 2. And let me tell you here, delta W2, the gas is expanding, but in this case it is plus Y, right? And looking at the figure, this is the total area, and this is the negative, this is the other area. And you could see that here, the magnitude of X is greater than the magnitude of Y, which means total work done delta W is equal to delta W1 plus delta W2 is equal to minus X plus Y, and that comes out to be negative, right? That comes out to be negative. And what type of cycle do you see here? What type of cycle do you see here? Is it clockwise or anti-clockwise? Looking at the figure. It's anti-clockwise. And what do you say about the work done? Is it positive or negative? Anti-clockwise cycle it is. Is it positive? Is the work done positive or negative? Is the work done positive or negative? Negative. There you are, right? Now, we have two concepts. In a work done in a clockwise cycle, it is positive in the case of PV diagram. In case of PV diagram, work done is positive in a clockwise cycle and negative in an anti-clockwise cycle. PV diagram, be careful about this. PV diagram, positive and the work done is positive in clockwise cycle and negative in the anti-clockwise cycle. Now, we have to question. And we are running out of time. Let us take this question. Are you able to see the question properly? Are you able to see the question properly? Okay, then get the answer. Just a cyclic process. So tell me first of all, is the work done positive or negative? Now you look at the clockwise cycle or anti-clockwise cycle. Is the work done positive or negative? Options are all saying everything. Positive, right? Now we work done area. Now we area the triangle half into base. Base is volume 2V minus V into altitude. Altitude is 2P minus P. That is half into P into V. Right? So work done is equal to half PV is our answer. Makle, solution ellarkum manasilayengil nalla adipoliyayittu oru clear adiche. Okay. Graph not clear. I'm sorry. Ellarkum angane thaneyano. Graph clear aayillo. So can you see it right now? Problem ellarkum clear aayengil onnu perfect ennu type cheythe allengil clear ennu type cheythe. Type clear if it is clear. Now we have a question. Now internal energy. So what do you mean by internal energy? The energy internal to a system is called internal energy. Okay.
What do you mean by internal energy? The energy internal to a system is called its internal energy. And let me tell you, internal energy is nothing but the sum of kinetic and potential energy. Internal to a system. System particles under. Our particles move in energy. When particles are in motion, they possess what is called kinetic energy. When particles are interacting, they possess what is called potential energy. Apol rendu tharam energy aanullathu. One kinetic energy. Kinetic energy associates with the motion of particles. Second one is potential energy. Potential energy is the energy associated with the interaction of particles. So total internal energy of a gas is the sum of molecular kinetic and potential energy. നമ്മുടെ NCERT ബുക്ക് തരുന്ന ആ ഡെഫിനേഷൻ ഇതാണ്. ഇറ്റ് ഈസ് ദ സം ഓഫ് മോളിക്കുലാർ കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം വിത്ത് റെസ്പെക്ട് ടു എ ഫ്രെയിം ഇൻ വിച്ച് ദ സെന്റർ ഓഫ് മാസ് ഓഫ് ദ സിസ്റ്റം ഈസ് കൺസിഡേർഡ് ടു ബി അറ്റ് റെസ്റ്റ്. I repeat, it is a sum of molecular kinetic and potential energy of a system with respect to a frame in which the center of mass of the system is considered to be at rest. അപ്പോൾ സെന്റർ ഓഫ് മാസ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സിസ്റ്റത്തിന് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഇല്ല. സിസ്റ്റം അവിടെ റെസ്റ്റിൽ നിൽക്കുമ്പോൾ മോളിക്യൂൾസ് അതിനകത്ത് മൂവ് ചെയ്യുന്നു, അവർ ഇന്ററാക്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള സമയത്ത് അവിടെയുള്ള ആ എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ എനർജി. അപ്പോൾ സിസ്റ്റത്തിന് ഇപ്പോൾ ഒരു ഗ്യാസ് ഒരു കണ്ടെയ്നർ ഇങ്ങനെ ഒരു വണ്ടിയുടെ മുകളിൽ കയറ്റി പോവാണ്. അങ്ങനെ കണ്ടെയ്നർ ഒരു യൂണിഫോം മോഷനിലാണെങ്കിൽ അവിടെ ആ ട്രക്കിന്റെ വെലോസിറ്റി ഒരിക്കലും ട്രക്കിന്റെ എനർജി അല്ലെങ്കിൽ ട്രക്ക് മൂവ് ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന എനർജി ഒരിക്കലും ഇന്റേണൽ എനർജിയിലേക്ക് കൂടില്ല. മനസ്സിലാക്കുക. പിന്നെ എന്തുമാത്രമേ ഇന്റേണൽ എനർജി ഉള്ളൂ? ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ചേംബറിനകത്തുള്ള മോളിക്യൂൾസ് പൊസസ് ചെയ്യുന്ന എനർജി മാത്രമേ ഇന്റേണൽ എനർജിയിലേക്ക് കൂട്ടുന്നുള്ളൂ. അതിൽ അവരുടെ മോഷൻ കൊണ്ടുണ്ടാവുന്ന കൈനറ്റിക് എനർജിയും ഇന്ററാക്ഷൻ കൊണ്ടുണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്റേണൽ എനർജിയായി. ഇനി ഐഡിയൽ ഗ്യാസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇൻ കേസ് ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് there is no interaction. That gas molecules are itself like an isolated system. അവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുകയില്ല, ഒരു മെസ്സേജ് അയക്കില്ല, SMS ഇല്ല, വാട്സാപ്പ് ചാറ്റ് ഇല്ല, ഒരു പരിപാടി അവർക്കിടയ്ക്കില്ല. അവരെന്ത് ചെയ്യാണ്? കണ്ടില്ല എന്നുള്ള ഭാവത്തോടെ പോകുന്ന ആൾക്കാരാണ്. there is negligible. എക്സാക്ട്ലി പറഞ്ഞാൽ എല്ലായ്പ്പോഴും അങ്ങനെയല്ല, ചെറിയ കൊളീഷൻസ് ഒക്കെ ഉണ്ടാവും. എങ്കിലും മജോറിറ്റി ഓഫ് ടൈമിൽ അവർക്കിടയ്ക്ക് ഒരു ഇന്ററാക്ഷനും ഇല്ല. ദാറ്റ് മീൻസ് ഇൻ കേസ് ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് the molecules have only negligible interaction. That means the potential energy is negligible. Then what type of energy do they possess? They possess what is called kinetic energy. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. For ideal gas, the internal energy is purely what? Kinetic energy. And when it comes to real gases, solids, liquids, everything, there is, in addition to the kinetic energy, there is also a potential energy due to interaction. Ideal gasന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്താണ്? internal energy is purely kinetic. കാരണം എന്താ? there is no interaction between molecules of the system. അതാണ് കാര്യങ്ങൾ. അപ്പോൾ മോണോ ആറ്റോമിക് ഗ്യാസിന്റെ നമ്മൾ പറയുന്ന ഇന്റേണൽ എനർജി ഇക്വേഷൻ 3/2 nRT. For monoatomic gas, the internal energy is equal to 3/2 nRT. And what is the change in internal energy is equal to 3/2 nR delta T, where n is called the number of moles, R is called universal gas constant, and delta T is called change in temperature. You have to take in Kelvin scale, right? And for diatomic and linear triatomic, an example for linear triatomic is carbon dioxide. And diatomic and linear triatomic, there are 5 translational and rotational degrees of freedom at
low and moderate temperature. That means the vibrational modes are neglected here. At low and moderate temperature, so that should be noted as well. നമ്മളിവിടെ വൈബ്രേഷണൽ മോഡ്സ് നെഗ്ലക്ട് ചെയ്തിരിക്കുകയാണ്. മിക്കവാറും ക്വസ്റ്റ്യൻസിൽ അത് അധികം ചേർക്കില്ല. അങ്ങനെ വന്നാൽ നമുക്ക് അവിടെ വെച്ച് കണ്ടാൽ മതി. നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അറ്റ് ലോ ആൻഡ് മോഡറേറ്റ് ടെമ്പറേച്ചർ ദ ഇന്റേണൽ എനർജി, അവിടെ 5 degrees ഓഫ് ഫ്രീഡം വരുന്നത് കൊണ്ട് ഇന്റേണൽ എനർജി ഈസ് ഈക്വൽ ടു 5/2 nRT ആൻഡ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഈസ് ഈക്വൽ ടു എന്ത് വന്നു? That is equal to 5 nR delta T divided by 2. ഇനി അടുത്ത കാര്യം നമ്മൾ പറയുന്നത് ഇന്റേണൽ എനർജി ഈസ് എ സ്റ്റേറ്റ് വേരിയബിൾ. എന്താണ് സ്റ്റേറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ ദ ടേം സ്റ്റേറ്റ് വേരിയബിൾ? ദ വേരിയബിൾസ് നമ്മൾ കുറച്ചു മുമ്പ് കണ്ടു, ഇപ്പറ കണ്ടു വർക്ക് ഡൺ, ഇവിടെ കണ്ടു സൈക്ലിക് പ്രോസസ്സിൽ നിങ്ങൾ എല്ലാവരും 0 എന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് കിട്ടിയ ആൻസർ 0 അല്ല. എന്തുകൊണ്ട് 0 അല്ല? ഇവിടെ വർക്ക് ഡൺ തെർമോഡൈനാമിക് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദ വർക്ക് ഡൺ ഇൻ എ തെർമോഡൈനാമിക് പ്രോസസ് ഡിപ്പെൻഡ്സ് ഓൺ ദ തെർമോഡൈനാമിക് പാത്ത് ഇൻവോൾവ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പറയും ഇൻ തെർമോഡൈനാമിക്സ് വർക്ക് ഈസ് എ പാത്ത് വേരിയബിൾ. വർക്ക് ഈസ് നോട്ട് എ സ്റ്റേറ്റ് വേരിയബിൾ, വേറസ് വർക്ക് ഈസ് എ പാത്ത് വേരിയബിൾ ഇൻ തെർമോഡൈനാമിക്സ്. വർക്ക് ഈസ് എ പാത്ത് വേരിയബിൾ ഇൻ തെർമോഡൈനാമിക്സ്. അവിടെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വെൻ ഇറ്റ് കംസ് ടു ഇന്റേണൽ എനർജി ഇറ്റ് ഈസ് നോട്ട് എ പാത്ത് വേരിയബിൾ, ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് വേരിയബിൾ. എന്താണ് സ്റ്റേറ്റ് വേരിയബിൾ? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്സ് ആൻഡ് നോട്ട് ഓൺ ദ തെർമോഡൈനാമിക് പാത്ത് ഇൻവോൾവ്. ഐ റിപ്പീറ്റ്, internal energy is a state variable that depends on initial and final states and not on the thermodynamic path involved. ഇപ്പോൾ അങ്ങനെയെങ്കിൽ എൻ്റെ ചോദ്യം ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും സെയിം ആണെങ്കിൽ എൻ്റെ ചോദ്യം ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എത്രയായിരിക്കും? ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും സെയിം ആണെങ്കിൽ വാട്ട് ഈസ് ഗോയിങ് ടു ബി ദി ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി? പ്ലീസ് ടൈപ്പ് യുവർ ആൻസർ all of you. If initial and final states are same, the change in internal energy is equal to 0 because that is what you see in case of a cyclic process. In case of a cyclic process, the change in internal energy is equal to 0, right? ഓർത്തോളുക. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലായ മക്കളെ? Are you able to enjoy my class? Are you able to follow my class? I request you to respond for this question. At the same time, we will continue with our class. Delta U is taken as positive. What happens if the internal energy of the system increases? അപ്പം നമുക്കറിയാം എനർജി കൂടുകയാണെങ്കിൽ, എനർജി കൂടണമെങ്കിൽ നമുക്ക് എനർജി കിട്ടണം. ഇപ്പോൾ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സിലുള്ള പൈസ പോലെ ഞാൻ ചിന്തിക്കുന്നു. എനിക്ക് ആരെങ്കിലും പൈസ തന്നാൽ ഞാൻ പറയും എനിക്ക് ഉണ്ടായ ചേഞ്ച്, എൻ്റെ എനർജിക്ക് ഉണ്ടായ ചേഞ്ച് പോസിറ്റീവാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ആരെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ട് എനിക്ക് പൈസ തരുവാണെങ്കിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം എനിക്ക് പൈസ കിട്ടുവാണല്ലോ. ഇനി ആർക്കെങ്കിലും പൈസ കൊടുക്കണം എന്ന് പറഞ്ഞാൽ, ആർക്കെങ്കിലും പൈസ കൊടുക്കണം, ഓക്കെ കൂടാൻ താങ്ക് യു. ആർക്കെങ്കിലും ഞാൻ പൈസ കൊടുക്കണം എന്ന് വിചാരിച്ചാൽ എന്താ ഞാൻ പറയാ? എനിക്കത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. കാരണം എൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെടുകയാണ്. അപ്പോൾ എനിക്ക് കയ്യിലേക്ക് കാശ് വരുമ്പോൾ ഐ എം ഹാപ്പി. സോ ജസ്റ്റ് ലൈക്ക് ദ വേ ഡെൽറ്റ യു ഇസ് ടേക്കൺ പോസിറ്റീവ് ഇഫ് ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം ഇൻക്രീസസ്, സിമിലർലി ഡെൽറ്റ യു ഇസ് ടേക്കൺ നെഗറ്റീവ് ഇഫ് ഇന്റേണൽ എനർജി ഓഫ് ദി സിസ്റ്റം ഡിക്രീസസ്, റൈറ്റ്? അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. What is first law of thermodynamics? And let me tell you, first law of thermodynamics is in accordance with the conservation of energy. First law of thermodynamics is in accordance with the conservation of energy. Energy conservation ആണ് അവിടെ വരുന്നത്. എന്താണ് പറയുന്നത്? If certain quantity of heat dq is added to a system, a part of it will be used in increasing the internal energy by du and a part is used in performing external work dw. എന്ന് പറഞ്ഞാൽ ഒരു ഹീറ്റ് കൊടുത്താൽ
എന്തൊക്കെ കാര്യങ്ങൾ അവിടെ സംഭവിക്കും? അവിടെ വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ബാക്കിയുള്ള സാധനം എന്ത് ചെയ്യും? ഇന്റേണൽ എനർജി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കും. കറക്റ്റ്? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ dq ഈസ് ഈക്വൽ ടു du പ്ലസ് dw. du എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി, dw ഈസ് വർക്ക് ഡൺ, റൈറ്റ്? dq ഈസ് du പ്ലസ് dw. du ഈസ് ദി ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി, dw ഈസ് ദി വർക്ക് ഡൺ, റൈറ്റ്? അപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും, ഇവിടെ du എന്ന് പറയുന്നത് ഒരു പാത്ത് ഫംഗ്ഷൻ ആണ്, അല്ലേ? du എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്, dw ഒരു പാത്ത് ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ dq എന്ന് പറയുന്നത് ഒരു പാത്ത് ഫംഗ്ഷൻ ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ദ ടേം dq മൈനസ് dw, വാട്ട് ഈസ് dq മൈനസ് dw? നിങ്ങൾക്കറിയാം, ദാറ്റ് ഈസ് du. That is a path independent function. നമ്മൾ ഇത്തിരി മുമ്പ് പറഞ്ഞു കഴിഞ്ഞു, it's a state function. Internal energy is a state function. Internal energy is a state function. So it's a എന്താ പറയാ, it's a path independent function. അങ്ങനെയെങ്കിൽ നോക്കിയാൽ മനസ്സിലാവും, the terms dw already path dependent എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ dq എന്തായിരിക്കും? path dependent function ആയിരിക്കും. So dq and dw are path dependent functions, whereas du is a path independent function, as you can see from here. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറയാനുണ്ട്. NCERT പറഞ്ഞിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഒത്തിരി സാധ്യതയുള്ള ഒരു സെന്റൻസ് ആണ്. A gas in a given state has got a certain amount of internal energy. അതൊരു മീനിങ്ഫുൾ സ്റ്റേറ്റ്മെന്റ് ആണ്. A gas in a given state has a certain amount of internal energy. That is a meaningful statement. Whereas എന്താ പറയുക, ഗ്യാസ് ഇൻ എ ഗിവൺ സ്റ്റേറ്റ് ഹാസ് എ സർട്ടൻ എമൗണ്ട് ഓഫ് ഹീറ്റ്, അതൊരു മീനിങ്ഫുൾ സ്റ്റേറ്റ്മെന്റേ അല്ല. അതുപോലെ ഗ്യാസ് ഇൻ എ ഗിവൺ സ്റ്റേറ്റ് ഹാസ് എ സർട്ടൻ എമൗണ്ട് ഓഫ് വർക്ക് ഇൻ ഇറ്റ്, അതും ഒരു മീനിങ്ഫുൾ സ്റ്റേറ്റ്മെന്റ് അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഈസ് ഇന്റേണൽ, വാട്ട് ഈസ് സ്റ്റാറ്റിക് ഫോർ എ സിസ്റ്റം, അല്ലെങ്കിൽ വാട്ട് ഈസ് എന്താ പറയുക, ഒരു സിസ്റ്റത്തിന് എന്താണ് സ്വന്തം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഇന്റേണൽ എനർജി മാത്രമേ ഉള്ളൂ. വാട്ട് ഈസ് ഇന്നേറ്റ് ടു സിസ്റ്റം? എ സിസ്റ്റം ഈസ് ആൻ ഇന്റേണൽ എനർജി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നിർത്താം. നമുക്ക് കുറേയേറെ കാര്യങ്ങൾ മുന്നോട്ട് പഠിക്കാനുണ്ട്. അത് നമുക്ക് എന്താ പറയുക, പിന്നീട് ഒരവസരത്തിൽ നിങ്ങൾക്ക് ഞാൻ തന്നെ കംപ്ലീറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. സോ ലെറ്റ് us now discuss a question before we wind up our session. ഓക്കെ, റെഡി? മക്കളെ, ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ല. ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എനിക്ക് എടുക്കാൻ പറ്റുമോ? I'm sorry that I couldn't discuss many problems today. I was giving importance to theory. Okay, so expecting your replies related to the class. നല്ലതാണെങ്കിൽ നന്നായി എന്ന് പറയാം, കാരണം അത് സാറിനൊരു ഫീഡ്ബാക്ക് ആണ്. മോശമായെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെന്ന് തുറന്നു പറഞ്ഞാൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. സോ എക്സ്പെക്ടിങ് യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക്. ദാറ്റ്സ് വാട്ട് ഐ ടെൽ യു. Okay, let's look at this question now. Let Q1, Q2 and Q3 heat given to a system in process A, B, C respectively. Consider two statements. Statement A, Q1 greater than Q2 greater than Q3. WA greater than WB greater than WC. അപ്പോൾ നമുക്ക് നോക്കേണ്ടുന്ന കാര്യം ശരിയായത് ഏതാണെന്നാണ്. Both A and B are correct. Both A and B are wrong. A is correct only. B is correct only. That's a question. Yes. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഒരു മിനിറ്റ് നിങ്ങളൊന്ന് നോക്കുക. അതിനുശേഷം സാറ് ഡിസ്കസ് ചെയ്ത് തരാം. Yes, question number 1. Is the initial point same for all bodies? All paths. Path point 1, point 2.
Reply please. Is the initial point same? Is the final point same? Or simply ഞാൻ ചോദിക്കുന്ന are the end points same? End points same. Waiting for the reply. What about the end points? Are they same or different? That's the first question to be answered. Are the end points same? Are the end points same? Yes, waiting for the reply. Are the end points same? Yes. Waiting. Are the end points same? Okay. Initial point same ആണോ final point same ആണോ എന്നാണ് സാർ ചോദിച്ചത്. അഭിനവേ എവിടെ പോയി നമ്മുടെ അഭിനവ്, അല്ലു, സിയ, കൃഷ്ണ, ധനഞ്ജയ്. യെസ്, എല്ലാവരും റിപ്ലൈ അയച്ചു. അപ്പൊ ഇനീഷ്യൽ പോയിന്റ് സെയിം ആണ്, ഫൈനൽ പോയിന്റ് സെയിം ആണ്. അപ്പോൾ ഞാൻ പറയും ഡെൽറ്റ യു എ is equal to delta UB is equal to delta UC. കുട്ടികളെ ക്ലിയർ ആയെന്നൊക്കെ? ഇസ് ദാറ്റ് ക്ലിയർ? ഞാൻ കുറച്ചും പറഞ്ഞ ബേസിക് കൺസെപ്റ്റ് മതി പ്രോബ്ലം ചെയ്യാൻ. Internal energy depends only on the initial and final positions. That means all three processes have same initial position, all three processes have same final position. So that means the change in internal energy is same in all three cases. Now let us take the graph once again. This is process A. And the work done here is delta WA. അതിനെ നമുക്ക് x1 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ വേണ്ട ഡെൽറ്റ W എന്ന് തന്നെ മതി. ഇതിൽ നിങ്ങൾ ഈസി ആയിട്ട് ഇനി ബാക്കി തന്നെ സഹായിക്കും, ഒരു പ്രശ്നവും ഇല്ല, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരും. അടുത്ത PV ഡയഗ്രം എടുത്തു. രണ്ടാമത്തെ ഗ്രാഫ് സാർ ഒന്ന് ജസ്റ്റ് നോക്കട്ടെ. യെസ്, the same initial position, the same final position, right? പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ രണ്ടാമത്തെ ഗ്രാഫിന്റെ ഏരിയ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാൻ പോവാണ്. ഫസ്റ്റ് ഗ്രാഫിന്റെ ഏരിയ നമ്മൾ കണ്ടു, ഇത്രയും വലിയ ഏരിയ എടുക്കണം. സെക്കൻഡ് ഗ്രാഫിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇത്രയും ഏരിയ എടുക്കുന്നുള്ളൂ. അതിന്റെ അർത്ഥം രണ്ടാമത്തെ ഏരിയ ഡെൽറ്റ WA greater than delta WB, right? ഇനി മൂന്നാമത്തെ ഗ്രാഫിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾ ഈസി ആയിട്ട് പറഞ്ഞു തരും. അത് എന്തായി സംഭവം? ഇതാണ് സെയിം പോയിന്റ്, ഇതാണ് ഫൈനൽ പോയിന്റ്, പക്ഷെ ഇവിടെയാണ് നമ്മുടെ ഇത് കിടക്കുന്നത്. അപ്പൊ ഡെൽറ്റ WC. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എന്താണ് ഡെൽറ്റ WA greater than delta WB greater than delta WC. കുട്ടികൾ എത്രയും മനസ്സിലായെങ്കിൽ ക്ലിയർ ആയെന്ന് ടൈപ്പ് ചെയ്യാം. നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു. ഡെൽറ്റ UA is equal to delta UB is equal to delta UC. ഇനി ഡെൽറ്റ QA എത്രന്ന് എഴുതാം നമുക്ക്? ഡെൽറ്റ UA ഡെൽറ്റ UA പ്ലസ് ഡെൽറ്റ WA. സിമിലർലി ഡെൽറ്റ QB എന്ന് എഴുതാം ഡെൽറ്റ UB പ്ലസ് ഡെൽറ്റ WB. അങ്ങനെയെങ്കിൽ ഡെൽറ്റ QC എന്ന് എഴുതാം ഡെൽറ്റ UC പ്ലസ് ഡെൽറ്റ WC, റൈറ്റ്? ഇവിടെ ഡെൽറ്റ യു എല്ലായിടത്തും സെയിം ആയതുകൊണ്ട് നമുക്ക് ഇനി ആരെ നോക്കിയാൽ മതി? വർക്ക് ഡൺ റേഷ്യോ മാത്രം നോക്കിയാൽ മതി. അതിന്റെ അർത്ഥം എവിടെയാണോ വർക്ക് ഡൺ കൂടുതൽ അവിടെ ഹീറ്റ് കൂടുതൽ വേണം, റൈറ്റ്? എവിടെ കൂടുതൽ വർക്ക് ചെയ്തോ അവിടെ കൂടുതൽ ഹീറ്റ് ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം ഡെൽറ്റ QA greater than delta QB greater than delta QC. I repeat, delta QA greater than delta QB greater than delta QC. Ready?
അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ എനിക്ക് തരേണ്ടുന്ന കറക്റ്റ് ആൻസർ ഏതാണ്? ABC വർക്ക് ഡൺസ് Q1 Q2 Q3 ആണ്. വർക്ക് ഡൺസ് W WB WC ആണ്. ഇനി നിങ്ങൾ പറഞ്ഞു തരേണ്ട ആൻസർ ഇതിൽ ഏത് ഓപ്ഷനാണ് സാറ് മാർക്ക് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ അത് പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും നന്നായിട്ട് ചെയ്യുക. വരുന്ന ദിവസങ്ങളിലും നമ്മൾ 1-2 ചാപ്റ്ററുകളായിട്ട് വീണ്ടും ഞാൻ നിങ്ങളെ കാണാൻ വരും. അപ്പോൾ മക്കളെ, താങ്ക് യു വെരി മച്ച്.